ഈ വീഡിയോ കാണുമ്പോഴെല്ലാം കണ്ണീരോടെ അല്ലാതെ നമുക്ക് ആർക്കും കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് ഇപ്പോൾ ജൂലൈ 20 ഡൽഹിയിൽ നടന്നത്. ജൂലൈ 20 ഡൽഹിയിൽ എന്തിനാണ് ഈ സ്റ്റുഡൻസിന്റെ പേരൻസിനെയും ഈ രീതിയിൽ തല്ലിച്ചതയ്ക്കുന്നത്, ഈ രീതിയിൽ മാരകമായിട്ട് ഉപദ്രവിക്കുന്നത്? ഒരേ ഒരു കാര്യത്തിന് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് രാജിവെക്കേണ്ടത്? എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ നീറ്റ് പരീക്ഷ വളരെ കഠിനമായിട്ടുള്ള ഒരു പരീക്ഷയാണ്. നീറ്റ്, UPSC ആൻഡ് JEE. ഇത് 3 എക്സാമും വളരെ കട്ടിയായിട്ടുള്ള എക്സാമാണ്. കുട്ടികൾ എത്രത്തോളം പഠിച്ചാലാണ് ഈ എക്സാമിന് ഒന്ന് കയറി പറ്റാൻ, അതായത് നല്ല റാങ്കിലേക്ക് കയറി പറ്റാൻ പറ്റുക എന്നുള്ളത് ആ എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ പേരൻസിനും അറിയാൻ കഴിയും, അല്ലേ? അപ്പോൾ ഒരു വർഷം കോച്ചിങ് ക്ലാസ്സിനും പോയി വീട്ടിലും ഇരുന്ന് പഠിച്ചിട്ടാണ് ഈ കുട്ടികൾ നീറ്റിന്റെ എക്സാം എഴുതുന്നത്. ഒരു വർഷം കൊത്തല പഠിത്തം കൊണ്ട് എക്സാം എഴുതി അവരൊന്ന് റിലാക്സ് ആയി. അത് കഴിയുമ്പോൾ കേൾക്കുന്നു വീണ്ടും നീറ്റിന്റെ എക്സാം വീണ്ടും ഉണ്ട്. അത് നീറ്റിന്റെ എക്സാമിന്റെ ഹാളിലേക്ക് കുട്ടികൾ പോയത് എങ്ങനെയാണ്? എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ചെക്കിങ്, ഷർട്ട് കീറുന്നു, പെൺകുട്ടികളുടെ മുടി അഴിച്ചെടുക്കുന്നു, കണ്ണ് ചെക്ക് ചെയ്യുന്നു, സ്പെക്സ് വെച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ സ്പെക്സ് ചെക്ക് ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട ഒരു ചെക്കിംഗ് ആയിരുന്നു നീറ്റ് എക്സാമിന് ഉണ്ടായിരുന്നത്. അതീവ തരത്തിലുള്ള വൃത്തികെട്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ കോപ്പി അടിക്കുന്നത്? പക്ഷേങ്കില് ഈ നീറ്റ് എക്സാമിന് മുന്നേ തന്നെ, അതായത് നീറ്റ് എക്സാമിന്റെ തലേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. എങ്ങനെ ലീക്കായി? 22 ലക്ഷം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത നീറ്റ് എക്സാമിന്റെ പേപ്പർ ലീക്ക് ആയത് ഇങ്ങനെയാണ്. ജയ്പൂരിലുള്ള 2 പേര് പേപ്പർ ലീക്ക് ചെയ്തിട്ട് മഹാരാഷ്ട്രയിലുള്ള ഒരു പ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു. ആ പ്രസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ആരും അറിയാണ്ട് സീക്രട്ടായിട്ട് ജയ്പൂരിലുള്ള വേറെ 2 പേർക്ക് ആ പേപ്പറിന്റെ കോപ്പി സെൻഡ് ചെയ്ത് കൊടുത്തു. ജയ്പൂരിൽ നിന്നും ആ പേപ്പർ പോകുന്നത് ഹരിയാനയിൽ വർക്ക് ചെയ്യുന്ന ഇതിന്റെ മിഡിൽമാൻ ആയിട്ടുള്ള ഡോക്ടറിന്റെ അടുത്തേക്കാണ്. ഡോക്ടർ അവിടുന്ന് നേരെ രാജസ്ഥാനിലേക്കുള്ള ഒരു കൺസൾട്ടേഷൻ കമ്പനിക്ക് പൈസയ്ക്ക് വേണ്ടി ആ പേപ്പർ കൈമാറി. പിന്നെ ആ പേപ്പർ പോയത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കായിരുന്നു. 30,000 മുതൽ 5 ലക്ഷം രൂപ വരെ കൊടുത്ത് വാങ്ങാൻ വേണ്ടി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആൻഡ് നാഗപ്പൂരിലുള്ള ഒരു പയ്യൻ അത് വാങ്ങിയത് 28 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. ഈ പേപ്പർ എങ്ങനെ കേരളത്തിൽ എത്തിയെന്ന് വെച്ചാൽ, രാജസ്ഥാൻ കൺസൾട്ടൻസിയുള്ള ഒരാളുടെ ഫ്രണ്ടാണ് കേരളത്തിൽ MBBS പഠിക്കുന്ന സ്റ്റുഡന്റ്. അയാൾക്ക് നേരെ 30,000 രൂപയ്ക്ക് പേപ്പർ വിറ്റപ്പം ആ സ്റ്റുഡന്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നേരെ വാട്സാപ്പിൽ കൂടെ അച്ഛന് ഫോർവേഡ് കൊടുത്തു. അച്ഛനാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗേൾസ് PGയിലായിരുന്നു. അച്ഛനാണെങ്കിൽ ആ PGയിലുള്ള സ്റ്റുഡൻസിനെല്ലാം പേപ്പർ കൈമാറി. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എക്സാമിന്റെ തലേദിവസം, അതായത് മെയ് 2 തീയതിയാണ്. എക്സാം കഴിഞ്ഞ് ഈ വൈറലായ പേപ്പറും ഒറിജിനൽ പേപ്പറും കൂടി കമ്പയർ ചെയ്ത കോച്ചിങ് ടീച്ചറാണ് ഈ കാര്യം. ലക്ഷങ്ങൾ വേണം. സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ എവിടുന്നാണ് ഇത്രയും ലക്ഷങ്ങൾ? കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരുടെ മക്കളൊക്കെയാണ് നീറ്റിന്റെ എക്സാം എഴുതിയത്. അവരുടെ കയ്യിൽ എവിടുന്നാണ് ഈ ലക്ഷങ്ങൾ? അപ്പം പൈസയുള്ള പണക്കാരായിട്ടുള്ളവരുടെ കയ്യിലല്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കാനുള്ള പൈസ ഉണ്ടാവത്തുള്ളൂ. ഈ സാധാരണക്കാരായ പാവപ്പെട്ട ഈ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരുടെ മക്കള് കഷ്ടപ്പെട്ട് പഠിച്ച് പോയി എക്സാം എഴുതാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളെ ടോർച്ചർ, ചെക്കിങ്ങിന്റെ പേരിൽ ടോർച്ചർ. കുട്ടികളുടെ മൈൻഡ് ഷാർപ്പായിരുന്നാൽ മാത്രമല്ലേ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ രീതിയിലുള്ള ചെക്കിങ്ങിലെ ടോർച്ചർ കൊണ്ട് കുട്ടികൾക്ക് എങ്ങനെ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും? അത് ഒരു സൈഡില്. അത് രണ്ടാമത്തെ സൈഡ്, നമ്മൾ എക്സാം എഴുതി കുട്ടികളൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞപ്പോൾ വരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിന്റെ പേരിൽ അടുത്ത റീ എക്സാം ഉണ്ടാവും. കുട്ടികൾ സ്വാഭാവികമായിട്ടും ഡിപ്രഷനിൽ പോകും. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടല്ലേ കുട്ടികൾ പഠിച്ചത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ, 21 പറയുന്നു കണക്കുകൾ, 30 പറയുന്നുണ്ട്, കുട്ടികൾ സൂയിസൈഡ് ചെയ്തു. ഇന്ത്യയിലെ പല പല ഭാഗങ്ങളിൽ. അതിൽ നമ്മുടെ സൗത്ത് സൈഡ് ഉണ്ട്, നോർത്ത് സൈഡ്, എവിടത്തെ കുട്ടികളോ ആവട്ടെ, നമ്മളെ കുട്ടികളെ കണക്ക് തന്നെയല്ലേ എല്ലാ കുട്ടികളും സൂയിസൈഡ് ചെയ്തു. ആര് കാരണം? പേപ്പർ ലീക്കാക്കിയ ആള്, നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും അതിന് ഉത്തരവാദിയാണ്, അല്ലെ? രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എടുത്തു, കുറെ കുട്ടികൾ ഡിപ്രഷനിൽ സൂയിസൈഡ് ചെയ്തു പോയി. പിന്നെ ഉള്ള കുട്ടികൾ എക്സാം എഴുതി. അപ്പൊ പറയുന്നു പിന്നെയും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായെന്ന്. അപ്പൊ ഇതിന്റെ ഉത്തരവാദി ആരാണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നെ. അപ്പൊ കുട്ടികൾ സംഘടിച്ചു. അതിൽ സോനം വാങ്ചുക് നേതൃത്വം നൽകി നിരാഹാര സമരം കിടന്നുകൊണ്ട് നമ്മുടെ ഡൽഹിയില് സമരം ആരംഭിച്ചു. സമരം ആരംഭിച്ചപ്പോ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എങ്ങനെ രാജിവെക്കും? വെക്കില്ല. കുട്ടികളെയും പേരൻസിനെയും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ലാത്തി ചാർജ്, കല്ലേറ്, നിഷ്കരുണ ഉപദ്രവിക്കുക. ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീഡിയോയിൽ കണ്ടു നോക്കണം. അതില് എത്രയോ മക്കള് പോയ, അതായത് മക്കളെ സൂയിസൈഡ് ചെയ്ത അവരുടെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന കേൾക്കാം, ഹിന്ദിയിലാണ്. എന്നാലും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് ഭാഷയൊന്നും ഒരു बुद्धिमुट्टല്ല. दूसरा बेटा बाकी है, उसको बचाना है, रास्ता तो वही है, सिस्टम बदलना है। मेरा बेटा है वहाँ पे फोटो लगी है, मैं उसका पापा हूँ। जब शुरू किया था तब मैं इसलिए आया था, और कल उसको 1 महीना पूरा हुआ, और 1 महीने पे मंथली श्रद्धांजलि क्या मिल रही है मेरे लिए, मेरे बेटे के लिए जो बैठे थे उनको भी गायब कर दिया। तो मैं यहाँ पे नहीं आऊंगा। जब शुरू किया था तब आया था, तब भी बात की थी मत करिए गवर्नमेंट बेकार है, मैं खुद लड़ता हूँ। कैसे रास्ता निकले? अभी दूसरा बेटा बाकी है, बचाना है, तो रास्ता तो वही है, सिस्टम बदलना है। क्योंकि घर में कोई कमी तो होती नहीं है, मैं ऐसा नहीं है कि गरीब है या पैसा है या नहीं। बच्चे का क्या नाम है? सुनील। कितने वर्ष का था?
18 तो अभी आपकी मांग ये मेरे बच्चे वो चला गया, हम भी चले जाएंगे। मैं तो इसी मारे आया हूँ, या तो मुझे मार दो, मैं भी चल दूं अपने बच्चे के साथ। अब जीने का क्या फायदा? जिसके साथ उम्मीद लगा रखी थी वो तो खा गई सरकार, खा लिया हरामजादे ने। मैं किसके आगे रहूं? कौन देखने वाला है? अब मैं अपने भविष्य कैसे जीऊं? काम करूं, वहां पे मरने का मन करता है, घर पे आओ तब मरने का मन करता है। और उसके बाद भी ये सरकार सोई हुई है। तो क्यों रो रहे हो तुम, क्या हुआ है? बोलो ഇത് കണ്ടില്ലേ, നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ മകൾ പഠിക്കുന്നത് അമേരിക്കയിലാണ്. ആ കുട്ടി ഇപ്പോ ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. കാരണം ആ കുട്ടി ഇപ്പൊ ഡിപ്രഷനിലേക്ക് പോയിരിക്കുന്നു, നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ മകള്. അപ്പൊ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് ഇന്ത്യയിലെ പഠന രീതി, എഡ്യൂക്കേഷൻ വ്യവസ്ഥ നന്നല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ മോളെ അമേരിക്കയിൽ പഠിക്കാൻ വിട്ടത്. പക്ഷെ അമേരിക്കയിലും ആ കുട്ടിക്ക് സ്വസ്ഥതയില്ല. കാരണം ആൾക്കാർ ചോദിച്ചു, നിന്റെ പപ്പ അച്ഛൻ ഈ രീതിയിലാണോ എഡ്യൂക്കേഷൻ കൊണ്ടുപോകുന്നത്? നിന്റെ അച്ഛൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് കൂടി നീ എന്തിനാണ് അമേരിക്കയിൽ പഠിക്കുന്നത്? അപ്പൊ നിനക്ക് നിന്റെ അച്ഛൻ കൊണ്ടുപോകുന്ന ആ ഒരു എഡ്യൂക്കേഷന്റെ ആ ഒരു ഇത് നിനക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ? അപ്പൊ അത് കൊള്ളരുതാത്തതായിരുന്നോ? ഇത്രകളെ മരണത്തിലേക്ക് തള്ളിവിട്ടു, അതിന്റെ ഒരു കാരണക്കാരൻ നിന്റെ അച്ഛനായി എന്ന് പറഞ്ഞ ആൾക്കാര് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഡയറക്റ്റും ഒക്കെ ചോദിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ആ കുട്ടി ഡിപ്രഷനിലായിട്ട് ഇൻസ്റ്റാഗ്രാം ഡിസേബിൾ ചെയ്തു, ഡിപ്രഷനിലായി എന്നാണ് ഇപ്പോഴത്തെ ന്യൂസുകളിൽ പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നെയാണ്. എത്ര കുട്ടികളുടെ മരണത്തിനാണ് അദ്ദേഹം കാരണക്കാരനായിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ സമരം ചെയ്ത എത്ര കുട്ടികളെ, എത്ര പേരൻസിനെ, എത്ര ആൾക്കാരെയാണ് നിഷ്കരണം ഉപദ്രവിച്ചിരിക്കുന്ന ഈ പോലീസുകാര്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇത്രയും പോലീസുകാർ ഇത്രയും ചെയ്തിട്ടും ഈ കുട്ടികൾ ഒന്നും തിരിച്ചു ചെയ്തിട്ടില്ല. കാരണം ഈ പോലീസുകാരുടെ കയ്യിൽ ലാത്തി, തോക്ക്, അവരുടെ ബാരിക്കേഡ്, പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ ഈ കുട്ടികളുടെ കയ്യിലുള്ളത് എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ്, അല്ലെങ്കിൽ അംബേദ്കറുടെ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഇത്രത്തോളം മരിച്ചുപോയ കുട്ടികളുടെ ഫോട്ടോ, ഇതൊക്കെ ഉള്ളൂ അവരുടെ കയ്യിൽ. അപ്പൊ അവരത് വെച്ചിട്ട് എങ്ങനെയാണ് ഇവരെ ചെറുക്കുന്നത് അല്ലെങ്കിൽ ഇവരെ ആക്രമിക്കുന്നത്? കുട്ടികൾ ആരും ആക്രമിച്ചിട്ടില്ല. അത് നമ്മുടെ സോനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ സോനം ഹോസ്പിറ്റലിൽ അതീവ ഗുരുതര അവസ്ഥയിൽ കിടക്കുവാണ്. സോനം പറയുന്നുണ്ട് ഈ നിരാഹാരം അവസാനിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. नमस्कार साथियों, मैं अभी भी ज़िंदा ही हूँ। ये 25वां दिन है मेरे अनशन का। 25वें दिन तक लगभग मेरा 11 किलो वज़न कम हुआ है और काफ़ी मांसपेशियाँ कम होने लगी हैं, मगर ठीक ही हूँ। कल मैं रात को यहाँ गुड़गांव के एक निजी अस्पताल में लाया गया हूँ सफदरजंग से, और मैं दाद देना चाहता हूँ उन सभी छात्रों को जिन्होंने इतने शांतिपूर्ण तरीके से खुद पर लाठियाँ खाते हुए वापस कोई हमला न करते हुए, हालांकि बहुत उकसाने पर भी और कुछ तत्वों को पत्थर फेंकने के लिए लाए जाने पर भी സോനം പറയുന്നത് ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഇത്രയും സമരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കും സ്കൂളുകൾക്കും പാരന്റ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേ കണക്ക് തന്നെ സർക്കാരിനോട് പറയുന്നു, ഈ കുട്ടികളുടെ പേരിൽ അല്ലെങ്കിൽ എത്ര ആൾക്കാരുടെ ഈ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേരിൽ FIR ഇട്ടിട്ടുണ്ടോ ആ FIR പിൻവലിക്കണം. അതേ കണക്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം. എന്നാൽ മാത്രമേ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കത്തുള്ളൂ എന്ന് നമ്മുടെ സോനം പറയുന്നുണ്ട്. എന്തായാലും ജൂലൈ 20 എന്ന് പറയുന്ന ഒരു ദിവസം നമ്മൾ രക്ഷകർത്താക്കളെ സംബന്ധിച്ചും സ്റ്റുഡൻസിനെ സംബന്ധിച്ചും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഇത്രത്തോളം മനുഷ്യരാണ് അവിടെ പീഡനം അനുഭവിച്ചത്. അതൊന്നും അല്ല രസം. ഈ സോനം ഇങ്ങനെ നിരാഹാരം കിടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരാൾ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹം പാകിസ്ഥാനിൽക്കാരനോട് സംസാരിച്ചിട്ടുണ്ട്, പാകിസ്ഥാൻകാരുടെ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ സമരമാണ്. വിദ്യാർത്ഥികളുടെ സമരമേ അല്ല, അത് രാഷ്ട്രീയക്കാരുടെ സമരമാണ്. അതിനകത്ത് വാങ്ചുങ് എന്ന് പറഞ്ഞിട്ട് നിരാഹാരം കിടന്ന ആൾ പാകിസ്ഥാന് വേണ്ടി സംസാരിച്ച ആളാണ്. രാജ്യത്തിന് രാജ്യവിരുദ്ധരായിട്ടുള്ള രാജ്യവിരുദ്ധരുടെ കൂടെയുള്ള ആൾക്കാരാണ് രാജ്യവിരുദ്ധത ചെയ്ത ആളാണ്. അതേ കണക്ക് തന്നെ വേറെ ഒരു കൊച്ചുകുട്ടി, 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉറച്ച് അലറി പറയുന്നുണ്ട്, എനിക്കും 18 വയസ്സായാൽ ഞാൻ വോട്ട് ചെയ്യില്ല. കാരണം നമ്മളെ ഭരിക്കുന്നവരെല്ലാം കള്ളന്മാരാണ്. അതുകൊണ്ട് ഈ കള്ളന്മാരെ സ്ഥാനത്ത് കയറ്റാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യില്ല എന്ന് അലറി പറയുന്നുണ്ട്. പക്ഷേ ഒരു യൂത്ത് അല്ലെങ്കിൽ 10-16 വയസ്സായ ഒരു കുട്ടി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ്. അതേ കണക്ക് നമ്മളെ ഭരിക്കുന്ന ആൾക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് പറഞ്ഞത്. അത് അങ്ങനെ ഒരു 16 വയസ്സുള്ള അല്ലെങ്കിൽ യൂത്തിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കേണ്ട സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു നമ്മുടെ വ്യവസ്ഥിതികൾ, അല്ലേ?
സ്റ്റുഡൻസിനെ നാളത്തെ ജനതയാണ്. നാളെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കേണ്ട ആൾക്കാരാണ് ഈ സ്റ്റുഡൻസ്. നമ്മുടെ ഇന്ത്യയെ കൊണ്ടുപോകേണ്ട പല ഡോക്ടേഴ്സ്, നീറ്റിന്റെ പരീക്ഷ എഴുതുന്നെല്ലാം ഡോക്ടേഴ്സ്, UPSC എഴുതുന്നെല്ലാം IPS IAS, ഇവരൊക്കെയാണ് നമ്മുടെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവരെയല്ലേ വെട്ടി വീഴ്ത്തുന്നത് ഇന്നിപ്പോഴത്തെ നമ്മുടെ ഭരണഘടന. ഒട്ടും ശരിയല്ല.